ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രുതി മോൾസ് യൂട്യൂബ് ചാനൽ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്രമായ സ്വാഗതം. ഇന്ന് ഞാനും അമ്മയും കൂടെ പനയന്നാർക്കാവ് ദേവി ക്ഷേത്രത്തിലേക്ക് പോകുവാണ്. ഓട്ടോ പോകുന്ന വഴിയാണ്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പനയന്നാർക്കാവിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായി അറിയില്ലെങ്കിലും കുറേ വർഷമായി ഞാൻ പോയിട്ട്. ഒരു 7-8 വർഷമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു വികാരമാണ് പനയന്നാർക്കാവിലെ ദേവീക്ഷേത്രം എന്ന് വെച്ചാൽ. പിന്നെ എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രവും കൂടെയാണ്. ഇതാ നമ്മൾ പനയന്നാർക്കാവിലെ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൻ്റെ പരിസരത്ത് നമ്മൾ വന്നിരിക്കുന്നു. അവിടുന്ന് ഓട്ടോയിലിറങ്ങി ചുറ്റും കാണുന്ന ദൃശ്യങ്ങളാണ് ഇവയെല്ലാം. നടയ്ക്ക് മുൻപിൽ ആൽമരം, അമ്പലത്തിൻ്റെ സൈഡിൽ 2 വശത്തും പൂജാ സാമഗ്രികൾ വിൽക്കുന്ന സ്റ്റാളുകൾ എല്ലാം നമുക്കവിടെ കാണാൻ കഴിയും. വിൽപ്പനയ്ക്കായി കരിവള, കുഞ്ഞുമണികൾ, അങ്ങനെ കുറേ പട്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അത് ദേവിക്ക് അർപ്പിക്കുന്നതാണ്. നേർച്ചയായും വഴിപാടായും നമുക്ക് പേടി ഭയങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് യക്ഷിയമ്മയുടെ നടയ്ക്ക് മുമ്പിൽ കരിവള എല്ലാം ചാർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണത്. ഞാൻ കുഞ്ഞിലെ കാണുമ്പോൾ കുഞ്ഞിലെ വന്ന സമയത്ത് ഇവിടെ ഒന്നും അങ്ങനെ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. പുറമേ കാണുന്ന ഈ കെട്ടിടങ്ങളെല്ലാം ഇപ്പം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കൺസ്ട്രക്ഷൻസ് ഒക്കെ പൂർത്തീകരിച്ചു. ഇത് ക്ഷേത്രത്തിനുള്ളിലുള്ള ഫോട്ടോ ആണ്. പിന്നെ ഈ ദേവിയുടെ നടയുടെ സൈഡിൽ കുറേ മണികളും തൊട്ടിലും താലി അങ്ങനെ പല കാര്യങ്ങളും അവിടെ കെട്ടി ഇട്ടിട്ടുണ്ട്. ഓരോ നേർച്ചയാണ്, ഓരോ തടസ്സങ്ങൾ മാറാനും പിന്നെ ആഗ്രഹ സാധ്യത്തിനും വേണ്ടിയിട്ട് ഒരു ഭക്തർ അവർ കെട്ടിയിടുന്നതാണ്. ചുറ്റിലും നിങ്ങൾക്ക് കാണാൻ പറ്റും മണികളെല്ലാം കെട്ടിയിടുന്നത്. ഓരോ വിശ്വാസങ്ങളാണ് അതെല്ലാം. നമുക്ക് കേരളത്തിൽ മാത്രം കണ്ടുവരുന്നതും കേട്ടുവരുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സൈലൻസ്. കേരളത്തിൻ്റെ അമ്പലത്തിൽ അത്രയ്ക്കും സൈലൻസും പീസ്ഫുള്ളുമായിരിക്കും. ഒരു ഭക്തരുടെ പ്രാർത്ഥന മറ്റൊരു ഭക്തർക്ക് കേൾക്കാൻ പോലും കഴിയില്ല. അത്രയ്ക്കും സൈലൻസാണ്, അത്രയ്ക്കും ഒരു പോസിറ്റീവ് വൈബാണ്, നമുക്ക് എനർജിയാണ് നമുക്ക് ആ ക്ഷേത്രത്തിൽ നിന്നും, കേരളത്തിലുള്ള ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ നിന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അമ്പലത്തിൻ്റെ ചുറ്റും കാവുകളാണ്. അതാണ് നമ്മളുടെ സൈഡിലൂടെയൊക്കെ കാണാൻ കഴിയുന്നത്. പണ്ട് എൻ്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, പണ്ടൊക്കെ അച്ഛൻ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് കുഞ്ഞിലെ ഈ അമ്പലമൊക്കെ കാണാൻ പോലും ഭയങ്കര ഭീകരമായി ലൈക്ക് പേടി വരുന്നു. അത്രത്തോളം മരങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഇരുട്ട് കൊണ്ട് മൂടിയിരിക്കുന്നതാണ് ഈ അമ്പലം എന്നൊക്കെയാണ് പറയാറ്. അത്രയ്ക്കും പവർ ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന്. അപ്പോൾ പവർ കുറഞ്ഞൊന്നുമില്ല, പക്ഷെ കുറച്ച് പുരോഗമിച്ചു എന്ന് പറയും. ദേവി തന്നെ അപ്ഡേറ്റ് ആയി കാണും. അങ്ങനെ ആയിരിക്കും. കുട്ടികളെ ഇത്ര പേടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് കാണും. നമ്മളിപ്പോൾ കണ്ടത് ഗണേശൻ്റെയും പിന്നെ അയ്യപ്പൻ്റെയും ക്ഷേത്രമാണ്. അങ്ങനെ അയ്യപ്പനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചിട്ട്, ഇത് ശിവ ഭഗവാന്റെ നടയ്ക്ക് നേരെയുള്ള ആൽമരവും കൊടിമരവും. പനയന്നാർക്കാവ് ദേവീക്ഷേത്രത്തിലൊരു സ്പെഷ്യലുണ്ട്. ശിവൻ്റെയും ദേവിയുടെയും നടകൾ സെപ്പറേറ്റ് ആണെങ്കിലും നമ്മൾ ഒന്നിച്ചു ചുറ്റും 5 വലം വയ്ക്കാം. സാധാരണ ശിവൻ്റെ അമ്പലമൊക്കെ പാതിക്കിയിട്ട് മുറിച്ചിട്ടാണ് നമ്മൾ വലം വയ്ക്കാറ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ യക്ഷി അമ്പലം. കടമറ്റത്തു കത്തനാർ തളച്ചിട്ട യക്ഷിയുടെ ക്ഷേത്രമാണിത്. പനയന്നാർക്കാവിലാണ്. കള്ളിയങ്കാട്ട് നീലിയെ
തളച്ചിട്ടത്. ഇനി നമ്മൾ അടുത്തതായി പോകാൻ പോകുന്നത് സർപ്പക്കാവിലേക്കാണ്. സർപ്പക്കാവിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ സർപ്പപ്പാട്ട് കേൾക്കാൻ പറ്റും, പുള്ളുവൻ പാട്ട്. ഈ സൈഡിൽ കാണുന്ന പാമ്പിൻ്റെ സ്റ്റാച്ചു ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് രാത്രിയാകുമ്പോൾ ഇതിന് ജീവൻ വെക്കും. അപ്പോൾ ഇവിടെ ചുറ്റും പാമ്പുകളായിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ, എനിക്കറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞ. നമ്മൾ അങ്ങനെ സർപ്പക്കാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇതാണ് സർപ്പക്കാവ്, പനയന്നാർക്കാവിലെ സർപ്പക്കാവ്. കുറച്ച് നേരത്തേക്ക് നമ്മൾ കണ്ണ് തുറന്ന് ദൈവങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാം. നാരദ കൈലാസം എന്ന വീണയാൽ പാടിക്കുമ്പോൾ പാടിച്ചേ സർവദോഷങ്ങളും ഒഴിയണമേ. നാഗരാജാവ് നാഗേക്ഷി അമ്മ തിരുമുമ്പ് മഹാവ്യാധികളെ ഒഴിച്ച് ദീർഘായുസ് കൽപ്പിക്കണം. ഭഗവാന്റെ തിരുവുള്ള ഉണ്ടാകണമേ, ദേവി തിരുവുള്ള ഉണ്ടാകണമേ. പനയന്നാർക്കാവിൽ മേവുന്ന ഭഗവതിയും കേട്ട് പ്രസാദിക്കണമേ. ആയില്യമേ തിരുനാളായ സക്രങ്ങൾ കേട്ട് അമ്മയും പ്രസാദിക്കണം സന്തതിമേൽ. കാവിലും കുളത്തിലുമേ വള്ളിയിലും വൃക്ഷത്തിന്മേലും സ്ഥിതി ചെയ്യുന്ന സർപ്പങ്ങൾ കേട്ട് പ്രസാദിക്കണമേ. ഈ സന്തതി മനസ്സറിയാതെ സർപ്പങ്ങളോട് എന്തെല്ലാം വഴിവിട ദോഷങ്ങളെ അറിവില്ലാതെ ചെയ്തു പോയെങ്കിൽ നാരദ കൈലാസം എന്ന വീണയാൽ പാടിക്കുമ്പോൾ പാടിച്ചേ സർവദോഷങ്ങളും ഒഴിയണം. അപ്പോൾ നമ്മൾ അവിടെ സർപ്പപ്പാട്ടൊക്കെ പാടിപ്പിച്ചു. ഒരാൾക്ക് 50 രൂപ വെച്ച് സർപ്പപ്പാട്ട് പാടിപ്പിച്ചു. ആളുടെ പേരും നാളൊക്കെ പറഞ്ഞ് ഇനി നമ്മൾ അടുത്തത് മുന്നിലോട്ട് പോവാണ്. നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോഴേ ഫേസൊക്കെ നമുക്ക് തന്നെ ഒരു ഫീൽ ആവുന്നുണ്ട്. അത്രയും ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കും. എസ്പെഷ്യലി സർപ്പക്കാവിലൊക്കെ വന്നു കഴിഞ്ഞാൽ വന്നിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മളുടെ മുഖത്ത് അത്രയും ഐശ്വര്യമായിരിക്കും. അതെനിക്കും എൻ്റെ അമ്മയുടെയും ഫേസിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാരിത്, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ എന്നൊക്കെ ചോദിച്ചു പോകും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ. നമുക്ക് കുറച്ച് നേരം ഇനി പനയന്നാർക്കാവിലെ നടയുടെ മുന്നിലിരുന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വൈബൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് പോകാം. നിങ്ങളും അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണോ? നിങ്ങളും സൈലൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? നിങ്ങൾ ടെമ്പിൾ വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്പലത്തിൽ നിന്നും എനിക്ക് തിരിച്ച് മടങ്ങി വീട്ടിലേക്ക് പോകാൻ ഒട്ടും മനസ്സേ വരുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു അമ്പലമാണ് പനയന്നാർക്കാവിലെ ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു സമയം വരെയല്ലേ അമ്പലത്തിലേക്ക് ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി പോകുക തന്നെ വേണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ദേവിയോടൊക്കെ സംസാരിച്ച് പിന്നെ കുശലങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇനി അടുത്ത പ്രാവശ്യം വീണ്ടും ഞങ്ങൾ വരാം, വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞ് ദേവിയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഈ കാണുന്ന അത് അമ്പലം കാക്കുന്ന ദേവിമാരാണെന്നൊക്കെയാണ് പറയണേ. എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് കഥ അറിയില്ല. എൻ്റെ അമ്മമ്മ പണ്ടെങ്ങാണ്ട് പറഞ്ഞ കഥയുടെ എന്തോ മുക്കും മൂലയൊക്കെ ഓർമ്മയുള്ളൂ. ശരിക്കും അറിയാതെ എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റത്തില്ല. സോ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി പോകുകയാണ്. പരുമല പള്ളിയുടെ വഴിയിലൂടെ കരയിലേക്ക്.
ഞാൻ പനയന്നാർക്കാവിലെ അമ്പലത്തിൽ വെച്ച് അച്ഛന് ഇടാൻ വേണ്ടിയിട്ട് ഒരു രുദ്രാക്ഷമാല മേടിച്ചു. പിന്നെ 2 പെറ്റൻറ്റും കൂടെ മേടിച്ചു. കൃഷ്ണൻ്റെ ഒരെണ്ണം, പിന്നെ വിനായകൻ്റെ ഒരെണ്ണം. സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് അച്ഛന്. റോഡിൻ്റെ സൈഡിലൊക്കെ സ്റ്റാർസും ലൈറ്റ്സും ക്രിസ്മസ് ഐറ്റംസൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി നിരത്തി വെച്ചേക്കുന്നത് കാണാം. നമ്മൾ പരുമലക്കടവിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. അവിടുന്ന് നമ്മൾ വീട്ടിലേക്ക് എത്തി. അമ്മ ചോറ് ഊറ്റുവാണ്. അപ്പോൾ അമ്മ പാടുന്ന പാട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം, അമ്മ അറിയണ്ട. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ എവിടെ കേട്ട് പാടുന്നേ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ എവിടെ നിന്ന് കേട്ടിട്ട് പാടുന്നേ? ഇപ്പൊ കേട്ടല്ല, ഞങ്ങളുടെ കുഞ്ഞില് കേട്ടതാണ്. ചോറ് വേണം എനിക്ക്. അമ്മ അടുത്തത് നമ്മുടെ പറമ്പിലേക്ക് പോകാം. മഞ്ഞിപ്പുഴയിലെ ഞങ്ങളുടെ കാവിലേക്ക്. അവിടെയും ഞങ്ങൾക്ക് കുടുംബ കാവുണ്ട്. ആ കാവിലെ വിളക്ക് വെക്കാമെന്ന് കരുതി ഞങ്ങൾ പോയി. നമ്മൾ പരദേവതകൾ ഇരിക്കുന്ന കാവിലേക്ക് പോയി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം എന്ന് കരുതി. നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും എവിടെയൊക്കെ പോയാലും പരദേവതകളാണ്, കുടുംബത്തിലെ പരദേവതകളാണ് മെയിൻ. അവിടെ വന്ന് പ്രാർത്ഥിക്കണം. ലൈക്ക് നമ്മൾ എവിടെയൊക്കെ പുറത്ത് പോയാലും അവസാനം നമ്മൾ വന്നെത്തുന്നത് വീട്ടിലേക്കാണ്. അതേപോലെ തന്നെ പരദേവതകളെയും നമ്മൾ അതേ തുല്യമായി പ്രാർത്ഥിക്കണം. അവരെ വന്ന് കാണണം, വിളക്ക് വെക്കണം. അങ്ങനെ ഞാനും അമ്മയും വിളക്ക് കൊളുത്തി ചന്ദനത്തിരിയൊക്കെ ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് അവിടെ വിളക്ക് കൊളുത്തി. എൻ്റെ അപ്പച്ചി, അമ്മയുടെ സഹോദരി, അച്ഛൻ്റെ കുടുംബ വീടാണ്. ഇപ്പോൾ അങ്ങനെ കുടുംബ വീടൊന്നുമില്ല. പാട്ടമ്പലം, ഇതാണ് പാട്ടമ്പലം. വലിയ അമ്പലമാണ്, നല്ല രസമാണ്. വൈകുന്നേരമൊക്കെ കാണുന്ന അടിപൊളിയാണ് അവിടെ. നമ്മളിനി അടുത്തതായി പോകാൻ പോകുന്നത് വിരിപ്പിലമ്പലത്തിലേക്കാണ്. വിരിപ്പിലമ്പലത്തിലെ ചുറ്റുപാടുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി, 4:30 എത്തിയപ്പോഴേക്കും. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നട തുറക്കും, ഒരുക്കങ്ങളൊക്കെ കാണുമല്ലോ, അങ്ങനെയൊക്കെ കരുതി പെട്ടെന്ന് എത്തി. പക്ഷേ ഗേറ്റ് തുറന്നത് തന്നെ 6 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ അത്രയും നേരം പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ചുറ്റു പരിസരമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിൽ മാത്രം കണ്ടുവരുന്നതാണ് ഉപ്പനെ കാണാൻ പറ്റും. പിന്നെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കുട്ടികളെ കണ്ടു. അപ്പം ഞാൻ വിളിച്ചു, അവരിങ്ങോട്ട് ഓടി വന്നു എന്നെ കണ്ടുകൊണ്ട്. പേരെന്താ? വാസുവട്ടം. എന്താ പഠിക്കുന്നേ? എത്രാം ക്ലാസ്സാ? 3. എവിടെയാ സ്കൂള്? കൃഷ്ണ പരുമല. മോൻ്റെ പേരെന്താ? കാർത്തിക്. കളിച്ചിട്ട് പോവാണോ നിങ്ങളെ വീട്ടിലേക്ക്? ഇവിടെ കളിക്കില്ലേ? അവിടെ ഗ്രൗണ്ട് ഉണ്ടോ? ചീത്ത എഴുതിയോ? എൻ്റെ ബാഗിലുണ്ട് ഇനി ഒരെണ്ണം.
നിങ്ങളുടെ വീട് എവിടെ? അങ്ങനെ കുറച്ച് നേരം കുട്ടികളോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഓടിപ്പോയി. വിരിപ്പിലമ്പലത്തിൻ്റെ മുൻവശത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ വെയിറ്റ് ചെയ്യാണ് അമ്പലം തുറക്കാൻ വേണ്ടിയിട്ട്. അമ്പലം തുറക്കുന്നത് 5:30 6 മണിയൊക്കെ ആവും. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നു, 4:30 ഒക്കെ ആയി. ഞങ്ങളുടെ കുടുംബത്ത് പോയിട്ട് വന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പം 4:30 ആയി. അപ്പം ഞങ്ങൾ നട തുറക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അമ്പലമാണ് നിങ്ങൾ കാണുന്നത്. ദേവിയുടെ അമ്പലം ഇതാണ്, വിരിപ്പിലമ്പലം. നമുക്കിനി അകത്ത് കയറാം. സോ വെയിറ്റ് ചെയ്യാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അങ്ങനെ 5:30 ആയപ്പോൾ ഒരാൻറ്റി എത്തി. അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണമല്ലോ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പേ. അപ്പോൾ അവിടുത്തെ ഒരു ഹെൽപ്പറാണ് ആൻറ്റി. ഷീറ്റ് എഴുതവും ക്ലീനിങ്ങും അങ്ങനെ പല കാര്യങ്ങളും ആൻറ്റി അവിടെ നിന്നൊക്കെ ചെയ്യും. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് കുറേ കാക്കകളും പക്ഷികളും, സന്ധ്യയല്ലേ, വീട്ടിലേക്ക് പോവാണ്. ഈ ചുമരിൽ കാണുന്ന ചിത്രം നിങ്ങൾ കണ്ടോ? മുറാൽ പെയിൻറ്റിങ്. അവിടുത്തെ പൂജാരിയാണ് ഈ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തത്. ഇതാണ് വിരിപ്പിലമ്പലം, വിരിപ്പിലെ അമ്മ. ദേവിയെ ഡെക്കറേറ്റ് ചെയ്തത് കണ്ടോ? എത്ര നല്ല ഭംഗിയായിട്ടാണ് അവിടുത്തെ തിരുമേനി ദേവിയെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ദീപാരാധനയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കയ്യിൽ ചരടൊക്കെ ജപിച്ച് കെട്ടിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് യാത്രയായി. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഒരു അംബാസിഡർ കാറ് കണ്ടപ്പോൾ ഒരു ചുമലക്കാർ, എന്താ ഭംഗി! സിനിമയിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, ഞാനൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം നേരിട്ട് ഒരു അംബാസിഡർ കാറ് കാണുമ്പോൾ എന്തായിരിക്കും എൻ്റെ ഒരു മനസ്സിലെ ഒരു സന്തോഷം. സോ ആ ചേട്ടനും സമ്മതിച്ചു വീഡിയോ എടുക്കാൻ, ഫോഴ്സ് ചെയ്തു. ആക്ച്വലി വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. സോ താങ്ക് യു സോ മച്ച് ആ ചേട്ടാ വീഡിയോ എടുക്കാൻ സമ്മതിച്ചതിന്. സോ എനിക്ക് കുറച്ച് ഫോട്ടോസും എടുത്തു തന്നു അതിൻ്റെ മുന്നിൽ നിന്ന്. സോ ഐ ആം സോ ഹാപ്പി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വന്നു. ഇതെവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നതെന്ന് നോക്കിയപ്പോഴാണ് പാറ്റ ചിറകിട്ടടിക്കുകയാണ്. അപ്പോൾ പാറ്റയുടെ ഫോട്ടോ ഒക്കെ കണ്ടു. കുറച്ച് കഴിഞ്ഞിട്ട് വല്യമ്മ പറമ്പിൽ ആമകൾക്ക് ചോറ് കൊടുക്കാൻ പോയി. അപ്പം ഞാൻ ടോർച്ച് അടിച്ചിട്ട് ആമകളുടെയൊക്കെ ഫോട്ടോ എടുത്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അമ്പല വിസിറ്റിങ്ങും കുടുംബക്ഷേത്ര വിസിറ്റിങ്ങും എല്ലാ വിസിറ്റിങ്ങും കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. പിന്നെ മറക്കാതെ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നതും വരേക്കും നന്ദി, നമസ്കാരം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ടാറ്റാ, ബൈ.